മലങ്കര സഭയുടെ ചാരന്മാരെ തിരിച്ചറിയണമെന്ന പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഏറ്റവും പുരാതനവും വലിയതുമായ പള്ളിയാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി. നൂറ്റാണ്ടുകളായി ഈ പള്ളി പരിശുദ്ധ കാതോലിക്ക ബാവാമാരുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലായിരുന്നു. മുൻപ് താൽക്കാലികമായി ഇടവകയുടെ നടത്തിപ്പ് ഭദ്രാസന മെത്രാപ്പോലിത്തമാരെ ഏൽപ്പിച്ചിരുന്നു. ഇടവക ഭരണത്തിൽ മാത്രം മെത്രാപ്പോലിത്ത ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇടവകയുടെ സ്ഥലത്തിന്റെ ഉടമസ്ഥത ഒരു കാലത്തും ആരും എങ്ങും ചോദ്യം ചെയ്യപ്പെട്ടില്ലെന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഉടമസ്ഥാവകാശം ആർക്കും ഒരു തർക്ക വിഷയമായിരുന്നില്ല. 1934 ഭരണഘടനയും കോടതി വിധികളും പ്രകാരം പള്ളികളും സഭാവസ്തുക്കളുടെയും സ്വത്തുക്കളുടെയും ഉടമസ്ഥത മലങ്കര മെത്രാപ്പോലിത്തയ്ക്കാണ്. മറിച്ചുള്ള പ്രസ്താവനകൾ അസ്ഥാനത്താണെന്ന് മാത്രമല്ല വിവരമില്ലായ്മയുമാണ്. വിവരവും ബോധവുമില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്കെതിരെ കള്ളപ്രചാരണവുമായി ഒപ്പുശേഖരണത്തിന് വീട് വീടാന്തരം കയറിയിറങ്ങാൻ ഒരുമ്പിടുന്ന ഈ പള്ളിയിലെ ചില പോങ്ങന്മാർ സഭാ ഭരണഘടനയും കീഴ്വഴക്കങ്ങളും കോടതി വിധികളും ഒക്കെ സമയം കിട്ടുമ്പോഴൊന്ന് വായിച്ചു മനസ്സിലാക്കണം. എത്ര വായിച്ചിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ സഭയുടെ കേസുകൾ വാദിക്കുന്ന വക്കീലന്മാരുണ്ട്. അവരോട് നിയമോപദേശം ചോദിച്ചാൽ പറഞ്ഞു തരും. CSI പള്ളിക്കാരനും പെന്തക്കോസ്തുകാരനുമൊന്നും ഒരുപക്ഷെ ഇതൊന്നും വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കില്ല. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഈ കള്ളപ്രചരണങ്ങൾ തള്ളിക്കളയണം. ഒപ്പുശേഖരണവുമായി സമീപിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ വിശ്വാസികൾ ചോദിച്ചു മനസ്സിലാക്കണം. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പനയിൽ പള്ളിയുടെ പുനർനിർമ്മാണം നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പുനർനിർമ്മാണം നടത്തുന്നതിനാവശ്യമായ പ്ലാനും എസ്റ്റിമേറ്റും ഇടവക പൊതുയോഗം പാസ്സാക്കിയിട്ടുണ്ടോ? അങ്ങനെ പൊതുയോഗം ചർച്ച ചെയ്ത് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മിനിറ്റ്സ് കാണും. ആ മിനിറ്റ്സ് പ്രസിദ്ധീകരിക്കാമോ? വരവ് ചെലവ് കണക്കിലെ അപാകതകൾ ഭദ്രാസന മെത്രാപ്പോലിത്ത കൽപ്പനയിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ഥിതിക്ക് അത് തിരുത്താൻ നടപടി സ്വീകരിക്കുമോ? വരവ് ചെലവ് കണക്കിലെ അപാകതകൾ തിരുത്തി 1 മാസത്തിനകം ഇടവക പൊതുയോഗം ചേർന്ന് അവതരിപ്പിക്കുമെന്ന് കൈസ്ഥാനി ഒപ്പിട്ട് നൽകിയിട്ട് 3 വർഷം കടന്നു പോയിട്ടും തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ട് മാത്രമേ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ കൽപ്പനയ്ക്കെതിരായുള്ള നിവേദനത്തിൽ ഒപ്പിട്ട് നൽകാവൂ. അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും. സഭയെ സ്നേഹിക്കുന്ന, സഭയുടെ നന്മയും ഐക്യദാർഢ്യവും ആഗ്രഹിക്കുന്ന ഒരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയും സഭയുടെ ശിഥിലീകരണം ലക്ഷ്യമിടുന്ന ഇക്കൂട്ടരുടെ ചാരപ്രവർത്തനത്തോട് സഹകരിക്കില്ല. നാളെ വല്ലാത്ത കേസുകളും ഇല്ലാത്ത വാദങ്ങളും.